എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് ഡിസേർട്ടിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊരു ചോക്ലേറ്റിൻ്റെ സ്പോഞ്ച് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഷുഗർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ ടീസ്പൂൺ ഷുഗർ പൊടിക്കാതെ എടുത്തതാണ്. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ടാണ് കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയെല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 60 ml ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതില്ലെങ്കിൽ അതിന് പകരം ബട്ടർ യൂസ് ചെയ്താൽ മതി. 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു മിക്സ് സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഇത് ഓവനിലല്ല കേട്ടോ ചെയ്യുന്നത്, നമ്മളിപ്പോൾ പാനിലാണ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് മോൾഡിലാണോ ഇതൊന്ന് സെറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അളവ് വെച്ചിട്ട് ബട്ടർ പേപ്പർ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ എല്ലാം അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, ഒരേ ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഞാനിത് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ സ്പോഞ്ച് കേക്കൊക്കെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ബാക്കിലുള്ള ബട്ടർ പേപ്പർ ഒന്നും എടുത്ത് മാറ്റുക. അതിനുശേഷം നമ്മൾ ഏത് മോൾഡിലാണോ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ഈ സ്പോഞ്ച് കേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഒരു കേക്ക് ട്രേയിലാണ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബട്ടർ പേപ്പർ ഈ ഒരു കേക്ക് ട്രേയിൽ വെച്ചിട്ട് അളന്നിട്ടാണ് കേട്ടോ വെച്ചത്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് തന്നെ അതിലൊന്ന് ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഡിസേർട്ടാണ്. നമുക്കിങ്ങനെ കേക്ക് ട്രേയിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല, ഏത് ട്രേയിൽ വേണമെങ്കിലും വെക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക, ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിതിലോട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിഫ് ആവുന്നത് വരെ ഇതൊന്ന് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളെപ്പോഴും ലോ സ്പീഡിലിട്ടിട്ട് മാത്രമേ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ടൈം എടുത്ത് തന്നെ ചെയ്യണം. ഹൈ സ്പീഡിലോട്ട് മാറ്റുവാണെങ്കിൽ വിപ്പിംഗ് ക്രീം ഒരുമാതിരി പിരിഞ്ഞു പോലെ പോകും കേട്ടോ. ഇപ്പോൾ ഇത് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ഒരു മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രീസറിൽ ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഇനി നമുക്കൊരു ചോക്ലേറ്റിൻ്റെ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം ഫ്ലെയിം ആദ്യം ഹൈയിൽ വെക്കാം. ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മളത് ലോയിലോട്ട് മാറ്റണം കേട്ടോ, അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ചോക്ലേറ്റൊക്കെ ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്തായിരുന്നു. ഇനി നമ്മളുടെ ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലോട്ട് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചോപ്പ് ചെയ്തിട്ടുള്ള ആൽമണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പം ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഡിസേർട്ടാണ്. നമുക്കിങ്ങനെ കേക്ക് ട്രേയിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല, ഏത് മോൾഡിൽ വേണമെങ്കിലും വെക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡിസേർട്ടെല്ലാം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡിസേർട്ടാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഡിസേർട്ടാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.